നമസ്കാരം. വേദാസിന്റെ ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. അപ്പോൾ 9ാം ക്ലാസ്സുകാരുടെ ഒന്നാമത്തെ അധ്യായമായ ചിത്രങ്ങളുടെ ലയവിന്യാസം എന്ന് പറയുന്ന അധ്യായത്തിൽ പഠിക്കുന്ന ഗിം സോഫ്റ്റ്വെയറിനെ കുറിച്ചുള്ള വീഡിയോ ആണിത്. അതായത് വീട്ടിൽ കമ്പ്യൂട്ടർ ഉള്ളവർക്ക്, അതായത് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള കമ്പ്യൂട്ടറുകളിൽ നമ്മൾ എങ്ങനെയാണ് ഈ പറയുന്ന ഗിം സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്നുള്ളൊരു വീഡിയോ ആണ് ഇതിൽ പരിചയപ്പെടുത്തുന്നത്. അപ്പൊ അതിന് ആദ്യമായി വേണ്ടത് നമുക്ക് വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള ഒരു ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ നമുക്ക് ആവശ്യമുണ്ട്. അതുപോലെ തന്നെ മൊബൈലിൽ നിന്നുള്ള ഒരു നെറ്റ്വർക്ക്, അതായത് ഇന്റർനെറ്റ് നമുക്ക് വേണം. ഇന്റർനെറ്റ് നോർമലി ഉള്ളവർക്കാണെങ്കിൽ വേറെ പ്രശ്നമില്ല. ഇന്റർനെറ്റ് ഇല്ലാത്ത കമ്പ്യൂട്ടറുകളാണെങ്കിൽ ഒന്നെങ്കിൽ എന്ത് ചെയ്യുക, ലാപ്ടോപ്പ്. ഇപ്പൊ ഞാൻ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പാണ്. അപ്പൊ ലാപ്ടോപ്പിൽ ഞാൻ വൈഫൈ ടെതർ ചെയ്താണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. വൈഫൈ കണക്ഷൻ ഇവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ വൈഫൈ കണക്ഷൻ ചെയ്യാൻ പറ്റാത്ത PC-കൾ, അതായത് സാധാ കമ്പ്യൂട്ടറുകൾ, ആ കമ്പ്യൂട്ടറുകളിൽ നമുക്ക് നെറ്റ് ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ നമ്മുടെ മൊബൈൽ ഫോണിലുണ്ട്. അതായത് സെറ്റിംഗ്സിൽ പോയാൽ സെറ്റിംഗ്സിൽ ചെന്നിട്ട് എന്ത് ചെയ്യുക, നെറ്റ്വർക്കിന്റെ ഓപ്ഷൻ, അതായത് മോർ ഓപ്ഷൻസ് എന്ത് ചെയ്യുക, തിരഞ്ഞെടുക്കുക. അതർ വയർലെസ് കണക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ നിന്നും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് USB ടെതറിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതായത് മൊബൈലും ഈ പറയുന്ന ലാപ്ടോപ്പുമായിട്ട് എന്ത് ചെയ്യുക, കണക്ട് ചെയ്യുക. കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന മൊബൈലിൽ നിന്നുള്ള ഇന്റർനെറ്റ് കമ്പ്യൂട്ടറിലേക്ക് ഷെയർ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഷെയർ ചെയ്തതിനു ശേഷം നിങ്ങൾ ഏതെങ്കിലും ഒരു എന്ത് ചെയ്യുക, ബ്രൗസർ ഓപ്പൺ ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഒരു ബ്രേവ് എന്ന് പറഞ്ഞൊരു ബ്രൗസറാണ് ഓപ്പൺ ചെയ്യുന്നത്. എന്നിട്ട് അതിന്റെ URL നിങ്ങൾ എന്ത് ചെയ്യുക, GIMP എന്ന് എന്ത് ചെയ്യുക, ജസ്റ്റ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്യുക. എൻ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഫസ്റ്റ് ഓപ്ഷൻ തന്നെ വരും. അതിന്റെ കാര്യങ്ങൾ, അതിന്റെ ഒരു സെർച്ച് റിസൾട്ട് ഇവിടെ കൃത്യമായിട്ട് വരും. അതിന്റെ കുറെ ഡീറ്റെയിൽസും കാര്യങ്ങളും, ആരൊക്കെയാണ് അതിന്റെ സൃഷ്ടാക്കൾ എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞ് പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇവിടെ വന്ന് ഡൗൺലോഡ്സിൽ ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ നിന്നും നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമുക്ക് ആവശ്യമുള്ള, അതായത് അവരുടെ വെബ്സൈറ്റിൽ ആവശ്യമായിട്ടുള്ള കുറെ ലിങ്ക്സ് അവൈലബിൾ ആണ്. അതായത് എന്തൊക്കെയാണ് അതിന്റെ പുതിയ വെർഷൻസ്, ഏതൊക്കെയാണ്, ന്യൂസ്, എബൌട്ട്, ഡോക്യുമെന്റ്സ് എന്നാണ് പറയുന്നത്, പാർട്ടിസിപ്പേറ്റ്, ട്യൂട്ടോറിയൽസ്, ഇതെല്ലാം ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിന്നും ഈ ഡൗൺലോഡ്സ് ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് ഇവിടെ GNU ലിനക്സ്, മാക് OS X, അതുപോലെ തന്നെ വിൻഡോസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ വിൻഡോസ് ആണെന്നുണ്ടെങ്കിൽ വിൻഡോസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യുക, ഡൗൺലോഡ് GIMP 2.10. അപ്പൊ ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഡൗൺലോഡ് ആവും. ഇപ്പൊ ഞാനിപ്പോ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യുക, ഈ യെല്ലോ പേജിൽ എന്ത് ചെയ്യുക, ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ഇതേപോലെ സേവ് ചെയ്യാൻ ഓപ്ഷൻ വരും. സേവ് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡൗൺലോഡ് ചെയ്ത സെറ്റപ്പ് ഫയൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതാണ് ഞാനിപ്പോൾ പറഞ്ഞുതരാൻ പോകുന്നത്. അതിന് മൈ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുക. മൈ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, ഡൗൺലോഡ്സ് ക്ലിക്ക് ചെയ്യുക. ഡൗൺലോഡ്സിൽ GIMP 2.10 എന്ന് പറഞ്ഞ ഫയൽ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അതില് ഇൻസ്റ്റാൾ ഫോർ ഓൾ യൂസേഴ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അത് കൊടുക്കുക. കൊടുത്തിട്ട് അടുത്തൊരു വിൻഡോ എനേബിൾ ചെയ്ത് വരും. ആ വിൻഡോ എന്ത് ചെയ്യുക, അതില് ഒരു പെർമിഷൻ ആണ്, അതിൽ എന്ത് ചെയ്യുക, യെസ് ക്ലിക്ക് ചെയ്യുക. ഇതാണ് യെസ് ക്ലിക്ക് ചെയ്യുക. യെസ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെലക്ട് ലാംഗ്വേജ് പറഞ്ഞിട്ടുണ്ട്. എന്ത് ചെയ്യുക, ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുക. ഓക്കെ കൊടുക്കുക. ഇവിടെ എന്ത് ചെയ്യുക, നമുക്ക് ഇതാണ് അതിന്റെ ഇന്റർഫേസ്. ഇത് എന്ത് ചെയ്യുക, ജസ്റ്റ് ഇൻസ്റ്റാൾ കൊടുക്കുക. ഇൻസ്റ്റാൾ എടുക്കുമ്പോൾ ഒരു 10-15 മിനിറ്റ് എടുക്കും ഇത് ഇൻസ്റ്റാൾ ആയി വരാൻ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് ഫിനിഷ് അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തതിന് ശേഷം GIMP സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. ഇപ്പൊ ഈ ഓപ്പൺ ആയി വന്നതാണ് GIMP സോഫ്റ്റ്വെയറിന്റെ ജാലകം. അപ്പോൾ ഇത് നമ്മൾ പഠിക്കുന്ന പോലുള്ള ഒരു ജാലകമല്ല വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് പഴയ നമ്മുടെ IT സ്കൂളിന്റെ അതേപോലെ ഒരു വിൻഡോ ആക്കണമെങ്കിൽ നമ്മൾ ആദ്യം പോകേണ്ടത് എഡിറ്റ് മെനുവിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ നിന്നും പ്രിഫറൻസ് തിരഞ്ഞെടുക്കുക. പ്രിഫറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ നമുക്ക് വേറൊരു ജാലകം ഇവിടെ ദൃശ്യമാവും. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടെ തീം സെലക്ട് ചെയ്യുക. ഈ തീമും ഐക്കോൺ തീമുമാണ് നമ്മൾ ഇവിടെ ചേഞ്ച് ചെയ്യാൻ പോകുന്നത്. അപ്പൊ ഇവിടെ തീം എടുത്തതിന് ശേഷം നമ്മളിവിടെ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. ലൈറ്റ് തീം നമ്മൾ സെലക്ട് ചെയ്തു. ഓക്കെ കൊടുത്തു. ഇനി ഒന്നുകൂടി എഡിറ്റ് മെനുവിലേക്ക് വരിക. പ്രിഫറൻസ് തിരഞ്ഞെടുക്കുക. പ്രിഫറൻസ് തിരഞ്ഞെടുക്കുമ്പോൾ അതിനകത്ത് ഐക്കൺ തീം ഉണ്ട്. ആ ഐക്കണിൽ എന്ത് ചെയ്യുക, ഒന്നെങ്കിൽ കളറോ അല്ലെങ്കിൽ ലെഗസിയോ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പൊ നമുക്കിവിടെ ലെഗസി കൊടുക്കാം. ലെഗസി കൊടുക്കുമ്പോഴാണ് നമ്മൾ നോർമലി ഉള്ള ഇത് കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും മതി. ലെഗസി കൊടുത്ത് ഓക്കെ ക്ലിക്ക് ചെയ്യുക. അപ്പൊ ഇതാണ് നമ്മുടെ IT സ്കൂളിൽ ദൃശ്യമാകുന്ന വിൻഡോ. അപ്പൊ നമ്മൾ അത് ചെയ്യേണ്ട ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എഡിറ്റ് മെനുവിലേക്ക് വരിക. എഡിറ്റ് മെനുവിൽ നിന്നും പ്രിഫറൻസ്. ഓക്കെ, അപ്പൊ ഈ കാര്യം കൃത്യമായിട്ട് ചെയ്യുക.
അപ്പോൾ ഈ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ള കമ്പ്യൂട്ടറുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. അപ്പോൾ ഇത് കണ്ട് കൃത്യമായിട്ട് വീട്ടിലുള്ള കമ്പ്യൂട്ടറുകൾ ഇൻസ്റ്റാൾ ചെയ്യുക, വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ അടുത്ത ചാപ്റ്ററിന്റെയും ഇതേപോലെ സോഫ്റ്റ്വെയർ ഇൻസ്റ്റാൾ ചെയ്യുന്ന മെത്തേഡ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും, അത് കാണുക.